Hi all, welcome to English Disha. Question Quest Understanding the Exam Dynamics. നമ്മൾ PG എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള PYQs ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. തുടങ്ങാം നമുക്ക്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദ ഓഥർ ഓഫ് റൊമാൻറ്റിക് ഇക്കോളജി, വേർഡ്സ്വർത്ത് ആൻഡ് ദ എൻവയോൺമെന്റൽ ട്രഡിഷൻ? ഈ വർക്ക് എഴുതിയത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പം ഓപ്ഷൻസ് തന്നത് ഷെറിൽ ഗ്ലോഡ്ഫെൽറ്റി, ഹെൻറി ഡേവിഡ് തോറോ, ജൊനാഥൻ ബെയ്റ്റ്, ലോറൻസ് ബുവൽ. അപ്പോൾ ആരാ എഴുതിയെന്ന് നോക്കാം നമുക്ക്. ആൻസർ വരുന്നത് ജൊനാഥൻ ബെയ്റ്റ് ആണ്. An acclaimed scholar in literature is known for his in-depth studies on Shakespeare and Romanticism. ജൊനാഥൻ ബെയ്റ്റ് മെയിനായിട്ട് സ്റ്റഡി നടത്തിയത് ആരെക്കുറിച്ചായിരുന്നു? ഷേക്സ്പിയറിനെ കുറിച്ചായിരുന്നു. അതുപോലെ തന്നെ പിന്നെ റൊമാൻറ്റിക് ഏജിനെ കുറിച്ചും മെയിനായിട്ട് സ്റ്റഡി നടത്തിയ ആളാണ് ജൊനാഥൻ ബെയ്റ്റ്. ഈ എസ്സേ എഴുതിയത്, ഈ വർക്ക് എഴുതിയത് റൊമാൻറ്റിക് ഇക്കോളജി, വേർഡ്സ്വർത്ത് ആൻഡ് ദ എൻവയോൺമെന്റൽ ട്രഡിഷൻ എഴുതിയത് 1991 എക്സ്പ്ലോർസ് വില്യം വേർഡ്സ്വർത്ത് പോയട്രി ഫ്രം എൻ എക്കോ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വേർഡ്സ്വർത്തിന്റെ പോയട്രി ഒരു എക്കോ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവില് അനലൈസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ആള് മെയിനായിട്ട് നേച്ചറിനെ കുറിച്ചാണല്ലോ എഴുതിയത്. അപ്പോൾ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ ഒരു ഇക്കോ ക്രിട്ടിക്കൽ സ്റ്റഡി നടത്തിയതാണ്. അത്രയാണ് മെയിനായിട്ട് ഈ വർക്ക് എന്ന് പറയാനുള്ളത്. അപ്പം ജൊനാഥൻ ബെയ്റ്റിന്റെ മെയിനായിട്ടുള്ള വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഷേക്സ്പിയർ ആൻഡ് ദ ഇംഗ്ലീഷ് റൊമാൻറ്റിക് ഇമാജിനേഷൻ 1986. അപ്പം നിങ്ങൾ ഇതെല്ലാം നോക്കുക. ഷേക്സ്പിയർ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ് 1989. അധികം ഷേക്സ്പിയർ എന്നിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആരെ വർക്ക് ആയിരിക്കും, ജൊനാഥൻ ബെയ്റ്റിൻ്റെതായിരിക്കും എന്ന് ഉറപ്പിക്കുക അല്ലേ? റൊമാൻറ്റിക് ഇക്കോളജി 1991 എഴുതിയത്. ദ ജീനിയസ് ഓഫ് ഷേക്സ്പിയർ 1997. The Song of the Earth 2000, Soul of the Age 2009, then Ted Hughes The Unauthorized Life 2015 എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ആളുടെ മെയിൻ ആയിട്ടുള്ള വർക്ക്സ്. അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കുക, നിങ്ങൾക്ക് തന്ന ഡ്യൂട്ടിയാണ് അത്. ഓക്കെ, ഇതൊക്കെ പഠിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ വർക്ക്സിന്റെ ഡേറ്റ്സ് മെയിൻ ആയിട്ടോ പബ്ലിഷ്ഡ് ഡേറ്റ് എന്തായാലും പഠിക്കണം, ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ റൊമാൻറ്റിക് ഇക്കോളജി, അതിന്റെ സബ് ടൈറ്റിൽ നോക്കൂ, വേർഡ്സ്വർത്ത് ആൻഡ് ദ എൻവയോൺമെന്റൽ ട്രഡിഷൻ. ഇനി വേണമെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാം, ഇത് റൊമാൻറ്റിക് ഇക്കോളജി എന്ന് മാത്രം തന്നിട്ട് അതിന്റെ സബ് ടൈറ്റിൽ എന്താണെന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ഏത് വഴിയിലും, അതായത് ഏതൊക്കെ വഴിയിലാണോ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് അതൊക്കെ നമ്മൾ നോക്കുക, നമ്മൾ തന്നെ ചിന്തിക്കുക. അതായത് നെക്സ്റ്റ് ഇപ്പോൾ ഈ ഷേക്സ്പിയർ ആൻഡ് ദ ഇംഗ്ലീഷ് റൊമാൻറ്റിക് ഇമാജിനേഷനിലാണെങ്കിലോ ക്വസ്റ്റ്യൻ വരുന്നത്, അതിന്റെ ഡേറ്റ് ആണെങ്കിലോ വരുന്നത്, അങ്ങനെ നമ്മൾ എന്താണ് എല്ലാത്തുനിന്നും ഒരു ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക, അങ്ങനെ പഠിക്കുക. അപ്പം നമുക്ക് മെയിനായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് വർ ദ ന്യൂ ക്രിറ്റിസിസം റിയാക്ടിങ് അഗെയിൻസ്റ്റ്? ന്യൂ ക്രിറ്റിസിസം എന്തിന് റിയാക്ട് ചെയ്തിട്ടാണ് വന്നത്, എന്തിനെതിരെ റിയാക്ട് ചെയ്തിട്ടാണ് ആ ഒരു മൂവ്മെന്റ് ഉണ്ടായത്? മാർക്സിസത്തിന് എതിരാണോ, അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് റീഡിംഗ് ഓഫ് ടെക്സ്റ്റിന് എതിരാണോ, ബയോഗ്രഫിക്കൽ റീഡിംഗ് ഓഫ് ടെക്സ്റ്റിനെതിരാണോ, ഓപ്രാസ് ബുക്ക് ക്ലബിനെതിരെയാണോ? അപ്പൊ എന്തിനെതിരെ ആയിട്ടാണ് ഈ ന്യൂ ക്രിറ്റിസിസം എമേർജ് ചെയ്തത്? എന്തിനാണ്, അതെന്തിനെതിരായിട്ടാണ് റിയാക്ട് ചെയ്തത് നോക്കാം. ആൻസർ വരുന്നത് ബയോഗ്രഫിക്കൽ റീഡിംഗ് ഓഫ് ടെക്സ്റ്റ്. ഇതിനെതിരെയായിരുന്നു അവര്. നോക്കാം. ന്യൂ ക്രിറ്റിസിസം ഒപ്പോസ്ഡ് റീഡിംഗ് എ ബുക്ക് ത്രൂ ദ ഓതേഴ്സ് ലൈഫ് സ്റ്റോറി ഓർ ബാക്ക്ഗ്രൗണ്ട്. ന്യൂ ക്രിറ്റിസിസം മെയിൻ ആയിട്ട് എതിർത്തത്, അതായത് ഒരു ടെക്സ്റ്റ് വായിക്കുമ്പം അതിന്റെ ഓതറിന്റെ ലൈഫ് സ്റ്റോറിയും അതായത് ആ ടെക്സ്റ്റ് എഴുതിയ ഓതറിന്റെ ലൈഫ് സ്റ്റോറീസും ബാക്ക്ഗ്രൗണ്ടും ഒന്നും നോക്കരുത് എന്നാണ് ആര് പറഞ്ഞത്? ന്യൂ ക്രിറ്റിക്സ് പറഞ്ഞത്. Instead, it argued that all meaning should come from closely analyzing the text itself. എന്നിട്ട് എന്താണ് ന്യൂ ക്രിറ്റിക്സ് പറഞ്ഞത്? ഒരു ടെക്സ്റ്റിന്റെ മീനിങ് ആ ടെക്സ്റ്റ് ഇറ്റ്സെൽഫ്, അതായത് ആ ടെക്സ്റ്റിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, ഓതറിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയേണ്ട ആവശ്യമില്ല, അതിനൊരു ബയോഗ്രഫിക്കൽ റീഡിംഗ് നടത്തേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓതറിന്റെ ബയോഗ്രഫി ഒന്നും നോക്കണ്ട ഒരു ടെക്സ്റ്റ് വായിക്കുന്നതിന്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് എന്തിന് റിയാക്ട് ചെയ്തിട്ടാണ് വന്നത്? ബയോഗ്രഫിക്കൽ റീഡിംഗ് ഓഫ് ടെക്സ്റ്റ്. ഓക്കെ, അത് മറന്നു വെറുതെ. ദെൻ ഇറ്റ്സ് വേർഡ് സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ, അതായത് ക്ലോസ്ലി അനലൈസ് ചെയ്യേണ്ടി എന്തിനാണ്? ഒരു ടെക്സ്റ്റ് ഇറ്റ്സെൽഫ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള വേർഡ്സ്, സ്ട്രക്ചർ, സ്റ്റൈൽ, ഇതൊക്കെ നോക്കിയാൽ മതി, ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റിന്റെ ഉള്ളിലത്തെ കോണ്ടന്റ്സ് മാത്രം നോക്കിയാൽ മതി, പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ്
ഇവര് പറയുന്നത്, ന്യൂ ക്രിട്ടിക്സ് കേട്ടോ. Then new critics felt that focusing on an author's biography could distract from understanding the actual writing. ഇവർ പറയുന്നത് ഇപ്പം ഓഥറിന്റെ ബയോഗ്രഫി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് റീഡേഴ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യും. ഓക്കെ, ഡിസ്ട്രാക്ട് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കാം, ആരാണ് ഈ ന്യൂ ക്രിട്ടിക്സ്, എപ്പോഴാണ് അത് എമേർജ് ചെയ്തിട്ടുള്ളത്? ന്യൂ ക്രിട്ടിക്സ് വെർ എ ഗ്രൂപ്പ് ഓഫ് മിഡ് 20th century സ്കോളേഴ്സ്. 20th centuryയിൽ വന്ന സ്കോളേഴ്സ് ആണ് ആര്? ന്യൂ ക്രിട്ടിക്സ്. എന്തിനാണ് ഇവർ മെയിനായിട്ട് എംഫസൈസ് കൊടുത്തത്? നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, എ ടെക്സ്റ്റ് സോൾലി ത്രൂ ഇറ്റ്സ് ലാംഗ്വേജ് ഫോം സ്ട്രക്ചർ. അതായത് അനലൈസ് ചെയ്യുക, ഒരു ടെക്സ്റ്റിനെ എങ്ങനെ അനലൈസ് ചെയ്യുക? അതിന്റെ ലാംഗ്വേജും ആ ടെക്സ്റ്റിന്റെ ഫോമും സ്ട്രക്ചറും മാത്രം നോക്കിയിട്ടാണ് ഒരു ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യേണ്ടത് എന്നാണ് ഇവർ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് കീ ഫിഗേഴ്സ് ഇൻക്ലൂഡഡ്. ആരൊക്കെയാണ് ഈ ന്യൂ ക്രിട്ടിക്സ്? ന്യൂ ക്രിറ്റിസിസത്തില് ഏതൊക്കെ ഓതേഴ്സ്, ഏതൊക്കെ റൈറ്റേഴ്സ് ആണ് ഉള്ളത്? ആരൊക്കെയാണ്? ജോൺ ക്രോ റാൻസം, ഹു കോയിൻ ദ ടേം. ന്യൂ ക്രിറ്റിസിസം എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തത് ആരാണ്? ജോൺ ക്രോ റാൻസം ആണ് കേട്ടോ കോയിൻ ചെയ്തത്, അലോങ് വിത്ത് ക്ലെൻത്ത് ബ്രൂക്സ്, WK വിംസാറ്റ് ആൻഡ് IA റിച്ചാർഡ്സ്. പിന്നെ ഇവരൊക്കെയാണ് ഉള്ളത്. ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൽ ആരൊക്കെയാണ് ന്യൂ ക്രിട്ടിക്സ്, ആരാണ് ഇതിൽ ന്യൂ ക്രിട്ടിക്സ് അല്ലാത്തത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ ഓരോ മൂവ്മെന്റ്സ് വരുന്നില്ലേ, ന്യൂ ക്രിട്ടിസം എന്നൊക്കെ പറഞ്ഞിട്ട്, മാർക്സിസം, ഫെമിനിസം എന്നൊക്കെ പറഞ്ഞിട്ട്, അതിന്റെ കീ ഫിഗേഴ്സിനെ നമ്മളൊന്ന് നോക്കി വെക്കുക. അതാണ് നമ്മളിപ്പം മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പം ന്യൂ ക്രിട്ടിസിസം എന്താന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ കീ ഫിഗേഴ്സ് ആരൊക്കെയാന്ന് ഞാനിപ്പോൾ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്കോ ക്രിട്ടിസിസം ഈസ്. എന്താണ് ഇക്കോ ക്രിട്ടിസിസം? ആ നെയിമിൽ തന്നെ ഉണ്ട്. എന്തായിരിക്കും ഇക്കോ ക്രിട്ടിസിസം നോക്കാം. അപ്പം ഓപ്ഷൻസ് തന്നിട്ടുള്ളത്, സം ടൈം കോൾഡ് ഗ്രീൻ കൾച്ചറൽ സ്റ്റഡീസ്, ദെൻ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ക്രിട്ടിക്കൽ അപ്രോച്ച്, criticism concentrating on the relationship between literature and natural environment. ഇനി ഫോർത്ത് ഓപ്ഷൻ, all of the above. ഇതിപ്പം ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം, എല്ലാത്തിനും അപ്ലൈ ചെയ്യരുതേ. ഫോർത്ത് ഓപ്ഷൻ ഇപ്പോൾ all of the above തന്നില്ലേ, അപ്പം all of the above തരുന്ന ഓപ്ഷൻസിൽ മെയിൻ ആയിട്ട് ആൻസർ വരാൻ ചാൻസ് ഉള്ളത് all of the above തന്നെ ആയിരിക്കും. ഓക്കെ, അധികം കേട്ടോ, ഒരു 70% ആൻസർ അത് തന്നെ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. പക്ഷെ എന്നായിരുന്നു നിങ്ങൾ എല്ലാത്തിലും അത് ചെയ്യരുത്. ഇവിടെ നോക്കൂ, ഇവിടെ എക്കോ ക്രിട്ടിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും സംടൈംസ് കോൾഡ് ഗ്രീൻ കൾച്ചറൽ സ്റ്റഡീസ്, അത് ശരിയാണ്. അതുപോലെ തന്നെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ക്രിട്ടിക്കൽ അപ്രോച്ച്, ശരിയല്ലേ? അത് ഏറ്റവും വളരെ പെട്ടെന്ന് അതുപോലെ തന്നെ വേഗത്തിൽ വളരുന്ന ഒരു ബ്രാഞ്ച് ആണ് എന്ത്? ഇക്കോ ക്രിട്ടിസം എന്ന് പറഞ്ഞാല്. അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും, അതിന്റെ വളർച്ച കൂടി വരികയുള്ളൂ. അപ്പം എക്കോ ക്രിട്ടിസിസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നിന്ന് പോവില്ല. ആ ഒരു മൂവ്മെന്റോ ആ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ വേൾഡ് എൻഡ് ആവുന്നവരെ അതെന്തായാലും ഉണ്ടാവും അല്ലെ? എൻവയോൺമെന്റിന്റെ സ്റ്റഡീസ് എന്തായാലും ഉണ്ടാവില്ലേ? അതെന്തായാലും നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആ ഓപ്ഷനും ശരിയാണ്. അതുപോലെ തന്നെ തേർഡ് ഓപ്ഷൻ നോക്കാം, criticism concentrating on the relationship between literature and natural environment. ആ കറക്റ്റ് അല്ലേ? ഒരു ലിറ്ററേച്ചറും അതുപോലെ തന്നെ നാച്ചുറൽ എൻവയോൺമെന്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു എന്താണ്, ഒരു മൂവ്മെന്റ് ആണ്, ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ആണ് എന്ത്? ഇക്കോ ക്രിട്ടിസം. അതും ശരിയാണ്. അപ്പൊ ആൻസർ എന്താണ് വരാൻ ചാൻസ് ഉള്ളത്? ഓൾ ഓഫ് ദ എബോവ് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാത്തിനും നിങ്ങൾ അപ്ലൈ ചെയ്യരുത്, നല്ലോണം എല്ലാ ഓപ്ഷൻസും വായിച്ചു നോക്കാം. അപ്പം എന്തെങ്കിലും ഒരു കണക്ഷൻ, അതായത് രണ്ടെണ്ണം ഇപ്പോൾ ആൻസർ ശരിയാണെന്ന് തോന്നിയാൽ എന്തായാലും ആൻസർ എന്തായിരിക്കും? ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും. കുറച്ചൊന്ന് ലോജിക് ഉപയോഗിച്ചാൽ മതി നിങ്ങൾ. ഇപ്പൊ രണ്ട് ഓപ്ഷന് ശരിയാന്ന് നിങ്ങൾക്ക് തോന്നുക, അപ്പൊ എന്തായാലും മൂന്നാമത്തതും ശരിയായിരിക്കൂലേ? അപ്പൊ ആൻസർ എന്താവും? ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കൂലേ? അങ്ങനെ ചിന്തിക്കും നിങ്ങൾ. അപ്പോൾ ഇത് എല്ലാത്തിലും ഒന്നും അപ്ലൈ ചെയ്യരുത്. നിങ്ങൾക്ക് ശരിയാണെന്ന് ഇപ്പോൾ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുക ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിൽ, അപ്പോൾ എന്തായാലും ആൻസർ എന്തായിരിക്കും? ഓൾ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ഒരു എന്താണ് ഇക്കോ ക്രിട്ടിസം നമുക്ക് നോക്കാം. ഇക്കോ ക്രിട്ടിസം എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബ്രോഡ് അപ്രോച്ച് ടു സ്റ്റഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് എൻവയോൺമെന്റ്. അപ്പോൾ ഒരു ലിറ്ററേച്ചറും പിന്നെ കൾച്ചറും എൻവയോൺമെന്റും ഇതൊക്കെ കൂടെ വരുന്ന ഒരു ബ്രാഞ്ച് ആണ് എന്ത്? ഇക്കോ ക്രിട്ടിസം.
ദെൻ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രീൻ കൾച്ചറൽ സ്റ്റഡീസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിനെ നമുക്ക് എന്തും വിളിക്കാം, ഗ്രീൻ കൾച്ചറൽ സ്റ്റഡീസ് എന്നും വിളിക്കാം, അതുപോലെ തന്നെ ഇക്കോ പോയിറ്റിക്സ് എന്ന് പറയാം, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ലിറ്റററി ക്രിറ്റിസം എന്നും പറയാം. ഡിഫറെന്റ് നെയിംസ് ഉണ്ട് എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത്. ദെൻ ദി ടേം ഇക്കോക്രിറ്റിസം വാസ് കോയിൻഡ് ബൈ ആരാണ്? അമേരിക്കൻ സ്കോളർ വില്യം റുക്കേർട്ട് ഇൻ ഹിസ് 1978 essay titled Literature and Ecology, an Experiment in Ecocriticism. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇക്കോക്രിറ്റിസം ടേം കോയിൻ ചെയ്തത് ആരാണ്? വില്യം റുക്കേർട്ട്. അതിപ്പം തന്നെ പഠിച്ചു വെച്ചോ, നീട്ടി വെക്കണ്ട, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. വില്യം റുക്കേർട്ട് ആണ്. ഏത് എസ്സേയിലാണ് ഈ ടേം കോയിൻ ചെയ്തിട്ടുള്ളത് അത് നോക്കാം. 1978 എസ്സേ ആയിട്ടുള്ള ലിറ്ററേച്ചർ ആൻഡ് ഇക്കോളജി. അതിന്റെ സബ് ടൈറ്റിലും എന്തായാലും നോക്കണം. മേ ബി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ലേ, മെയിൻ എന്താണ് ടൈറ്റിൽ തരും, എന്നിട്ട് ചോദിക്കും അതിന്റെ സബ് ടൈറ്റിൽ എന്താണെന്ന്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ എല്ലാത്തിൻ്റെയും സബ് ടൈറ്റിൽ നമ്മൾ അറിഞ്ഞ് നിൽക്കണം. ഓക്കെ. ദെൻ ഇനി ഇക്കോക്രിറ്റിസിസത്തിൽ വരുന്ന കുറച്ച് റൈറ്റേഴ്സ് ഞാൻ ഇതിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സും കൊടുത്തിട്ടുണ്ട്. ലോറൻസ് ബുവൽ ആളുടെ ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ഏത്? ദ എൻവയോൺമെന്റൽ ഇമാജിനേഷൻ 1995. നോക്കാം, ഇയറും നോക്കാം, വർക്കും നോക്കാം. അതുപോലെ തന്നെ അതിന് ഞാൻ കുറച്ചൊന്ന് ഒരു ചെറിയ ഒരു 1 ലൈൻ സമ്മറി അതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൽ പറയുന്നത് അത് നിങ്ങൾ വായിച്ചു നോക്കാം, നിങ്ങൾക്കുള്ള ഡ്യൂട്ടിയാണ്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഷെറിൽ ഗ്ലോഡ്ഫെൽറ്റി ആൻഡ് ഹാരോൾഡ് ഫ്രോം. ഓക്കെ, ഇത് രണ്ടും എന്താണ് ഇക്കോക്രിറ്റിസത്തിൽ വരുന്ന റൈറ്റേഴ്സ് ആണ്. അപ്പം ദ ഇക്കോക്രിറ്റിസം റീഡർ 1996 എ ഫൗണ്ടേഷണൽ ആന്തോളജി ഇൻട്രൊഡ്യൂസിങ് ഇക്കോക്രിറ്റിസം, ഇതും ഒരു വർക്കാണ്. അതുപോലെ തന്നെ ജൊനാഥൻ ബെയ്റ്റ് സോങ് ഓഫ് ദ എർത്ത്, എന്താണ് അതിൽ പറയുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി തിമോത്തി മോർട്ടൺ ഇക്കോളജി വിത്തൗട്ട് നേച്ചർ 2007 ഒരു വർക്കാണ്. റോബ് നിക്സോൺ സ്ലോ വയലൻസ് ആൻഡ് ദ എൻവയോൺമെന്റലിസം ഓഫ് ദ പുവർ 2011 എഴുതിയ വർക്കാണ്. ഇതൊന്ന് ജസ്റ്റ് മൈൻഡിൽ വെക്കുക. ഇക്കോക്രിറ്റിക്സ് ആരാണ്, അതിന് ബേസ് ആയിട്ട് വരുന്ന ഒരു മെയിൻ വർക്ക്സ് ഏതൊക്കെയാണെന്നൊന്ന് വെറുതെ അറിഞ്ഞിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു കോൾഡ് ദ പോയിറ്റ്സ് ഇസ് വെയ്റ്റ്സ്. പോയിറ്റ്സിന വെയ്റ്റ്സ് എന്ന് പറഞ്ഞ ആളുകൾ ആരാണ്? ആരാണ് പോയിറ്റ്സിന, അതായത് ആരാണ് പോയിറ്റ്സിന വെയ്റ്റ്സ് എന്ന് പറഞ്ഞ നെയിം ഇട്ട് വിളിച്ചത് ആരാണ്? ഗ്രീക്സ് ആണോ, ഇറ്റാലിയൻസ് ആണോ, റോമൻസ് ആണോ, ജർമൻസ് ആണോ? ആൻസർ വരുന്നത് റോമൻസ് ആണ് പോയിറ്റ്സിന വെയ്റ്റ്സ് എന്ന് പറഞ്ഞത്. ദ ടേം വെയ്റ്റ്സ് വിച്ച് മീൻ പോയിറ്റ് ഓർ സിയർ. സിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു നമുക്ക് സാധാരണ മനുഷ്യന്മാർക്ക് കാണാൻ പറ്റാത്തത്, ഇൻവിസിബിൾ ആയിട്ടുള്ള പലതും വിസിബിൾ ആവുന്ന, അതായത് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആൾക്കാരാണ്. ഒരു പ്രൊഫറ്റ് എന്നൊക്കെ പറയില്ലേ നമുക്ക് കാണാൻ പറ്റാത്ത എന്തോ അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ പോയിറ്റ്സ് ഒക്കെ മെയിൻ ആയിട്ട് അങ്ങനല്ലേ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് അവർ ചിന്തിച്ചിട്ട് അവർ വലിയ പോംസ് ഒക്കെ ആയിട്ട് എഴുതുന്നത്. നമുക്ക് ശരിക്കും പോംസ് ഒറ്റ റീഡ് നടത്തിയാൽ നമുക്ക് മനസ്സിലാവോ? പോംസ് ഒറ്റ റീഡ് നടത്തിയാൽ ഇല്ല. അപ്പം നമ്മളെക്കാളും എന്തോ ഒരു കഴിവുള്ള ഒരാളാണ് പോയിറ്റ്. ഓക്കെ, അതിന്റെ മീനിങ്, വെയ്റ്റ്സിന്റെ മീനിങ് അങ്ങനെയാണ് വരുന്നത്. വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ റോമൻ പോയിറ്റ് വെർജിലാണ് ഫസ്റ്റ്. വെർജിൽ. ഓക്കെ, പ്രൊനൗൺസിയേഷൻ നിങ്ങൾക്ക് അറിയുന്ന പോലെ പറയാം. അപ്പം റോമൻ പോയിറ്റ് ആയിട്ടുള്ള വെർജിലാണ് ഫസ്റ്റ് ഈ വെയ്റ്റ്സ് എന്ന് പറഞ്ഞ നെയിം യൂസ് ചെയ്തത്. ലേറ്റർ റൊമാൻറ്റിക് പോയിറ്റ്സ് ലൈക്ക് P.B. Shelley and William Wordsworth used it to describe poets as visionary figures who express deep truths about nature and humanity, emphasizing the special insight and connection poets have with the world. ഒന്നുമില്ല ഇതിൽ പറയുന്നത്. ദെൻ വെയ്റ്റ്സ് എന്ന് ഉപയോഗിച്ചത് ആരൊക്കെയാണ്? വെർജിൽ കഴിഞ്ഞിട്ട് വെയ്റ്റ്സ് എന്ന് പറഞ്ഞ നെയിം ഉപയോഗിച്ചത് വില്യം വേർഡ്സ്വർത്തും P.B. ഷെല്ലിയും ഒക്കെ ആണ്. അത്ര ആളൂ ഇതിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് ദ റൈം സ്കീം ഓഫ് ഷേക്സ്പിയറിയൻ സോണറ്റ്? ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ റൈം സ്കീം എന്താണ്? ഈസി ക്വസ്റ്റ്യൻ അല്ലേ, പക്ഷെ എന്താണ് ഒരു റൈം സ്കീം അറിയാത്തതിനൊക്കെ മാർക്ക് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സങ്കടമാണ്. അപ്പം ഏതൊക്കെ സോണറ്റ്സ് വരുന്നുണ്ട്, അവരുടെ ആ സോണറ്റ്സിന്റെ ഒക്കെ റൈം സ്കീമും നമ്മൾ നോക്കി വെക്കണേ. അപ്പോൾ ഇവിടെ വരുന്നത് ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ റൈം സ്കീം എന്ന് പറഞ്ഞാൽ AB AB, CD CD, EF EF, GG. ഈസി അല്ലേ പഠിക്കാൻ?
ഒന്നുമില്ല. ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ എന്താണ് റൈം സ്കീം എന്താണ്? ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞോളൂ. എ ബി സി ഡി ഇ എഫ് ജി ഇത്ര ആളൂ കേട്ടോ. നമ്മൾ പറഞ്ഞു ദിസ് മീൻസ് ദാറ്റ് സോണറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ക്വാട്രൻസ്. 3 ക്വാട്രൻസും അതുപോലെ തന്നെ ഫോളോഡ് ബൈ ഫൈനൽ റൈംഡ് കപ്ലറ്റും. 3 ക്വാട്രൻസ് എന്ന് പറഞ്ഞാല് 3 സ്റ്റാൻസ, 4 വരിയുള്ള 3 സ്റ്റാൻസയും അവസാനം ഒരു കപ്ലറ്റ്. കപ്ലറ്റ് മീൻസ് 2 ലൈൻ സ്റ്റാൻസ. ഇതൊക്കെയാണ് ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ ഒരു സ്ട്രക്ചർ. ഇനി അടുത്ത ടൈപ്പ് ഓഫ് സോണറ്റ് ആണ് പെട്രാർക്കൻ സോണറ്റ്. ഇറ്റാലിയൻ സോണറ്റ് എന്ന് പറയും. മെയിൻ ആയിട്ട് 14 ലൈൻസ് ആണ് കൺസിസ്റ്റിംഗ് ഓഫ്, എല്ലാം 40 ലൈൻസ് ആണ് കൺസിസ്റ്റിംഗ് ഓഫ് ഒക്ടേവും. അതായത് ഫസ്റ്റ് ഒക്ടേവ് വരും, 8 ലൈൻസ് ഉള്ള ഒരു സ്റ്റാൻസ വരും. ദെൻ എന്താണ് ദാറ്റ് പ്രസൻസ് എ പ്രോബ്ലം ഫോളോഡ് ബൈ എ സെസ്റ്ററ്റ്. ഒരു പ്രോബ്ലം ആയിരിക്കും ആ ഒക്ടേവിലുള്ളത്, അത് സോൾവ് ചെയ്യുന്നതാണ് സെസ്റ്ററ്റ്. 6 ലൈൻസ് ഉള്ള അടുത്ത സ്റ്റാൻസ. അതായത് ഒന്നുമില്ല, സിമ്പിൾ ആണ്. പെട്രാർക്കൻ സോണറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടേവും സെസ്റ്ററ്റും അടങ്ങിയ ഒരു സ്ട്രക്ചർ ആണ്. ഒക്ടേവ് എന്ന് പറഞ്ഞാൽ 8 ലൈൻസ് വരുന്ന 8 ലൈൻസ്, ദെൻ സെസ്റ്ററ്റ് എന്ന് പറഞ്ഞാൽ 6 ലൈൻസ്. അപ്പോൾ അതിന്റെ ഒരു റൈം സ്കീം എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയോ വരിക? എ ബി ബി എ സി ഡി ഇ അല്ലെങ്കിൽ സി ഡി സി. ഇതെന്തായാലും അങ്ങനെ തന്നെ പഠിച്ചോ, ഒന്നും നോക്കണ്ട, ബൈഹാർട്ട് അങ്ങ് ചെയ്തോളൂ. ഇനി സ്പെൻസറിയൻ സോണറ്റ് എന്താണ്? സ്പെൻസറിയൻ സോണറ്റ് നോക്കാം. ഏകദേശം ഷേക്സ്പിയറിയൻ സോണറ്റും സ്പെൻസറിയൻ സോണറ്റും മാറിപ്പോവാനുള്ള ചാൻസ് വളരെ അധികമാണ്. അപ്പം ഇന്റർ കണക്റ്റഡ് ക്വാട്രൈൻസ് ആൻഡ് കൺക്ലൂഡ്സ് വിത്ത് എ കപ്ലറ്റ് സെയിം ആസ് ദാറ്റ് ഓഫ് ഷേക്സ്പിയറിയൻ സോണറ്റ്. നോക്കൂ, ഇന്റർ കണക്റ്റഡ് ക്വാട്രൈൻസ് ആണ്. ക്വാട്രൈൻസ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് ഇവിടെ, പക്ഷെ അത് എന്തിൽ വരുന്നില്ല? ഷേക്സ്പിയറിയൻ സോണറ്റിൽ വരുന്നില്ല. നോക്കാം. എ ബി ബി സി സി ഡി ഇ കണക്റ്റ് ആയിട്ടാ പോകുന്നത്. എ ബി കഴിഞ്ഞിട്ട് എ ബി സി ഡി അങ്ങനെ കണക്റ്റ് ആയിട്ടാണ് പോകുന്നത്. നോക്കിയോ, എ ബി സി സി ഡി ഇ കണക്ഷൻ ഉള്ളതാണ് എന്ത്? സ്പെൻസറിയൻ സോണറ്റ്. കണക്ഷൻ ഇല്ലാണ്ട് എ ബി സി ഡി ഇ എഫ് ജി എന്ന് പോകുന്നതാണ് എന്ത്? ഷേക്സ്പിയറിയൻ സോണറ്റ്. ഇപ്പം തന്നെ മനസ്സിലാക്കി പഠിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യന്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ജോൺറെ ഓഫ് മാജിക് റിയലിസം? മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ ഒരു ജോൺറയാണ്. അതിൽ പെടാത്ത വർക്ക് ഇതിലേതാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ്. അത് നമ്മൾ ഡിഗ്രിയിൽ പഠിച്ചതാണ്. അതുപോലെ തന്നെ മിഡ് നൈറ്റ്സ് ചിൽഡ്രനും. അപ്പം ഇതിൽ രണ്ടിലും മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഇത് രണ്ടും എന്താണ്? മാജിക്കൽ റിയലിസത്തിൽ വരുന്ന നോവൽസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോവൽസ് ആണ്. ഇനി ദ സർക്കിൾ ഓഫ് റീസണും ഉണ്ട്, ഇൻ കസ്റ്റഡി ഉണ്ട്. അതിൽ നമ്മൾ എങ്ങനെ എലിമിനേറ്റ് ചെയ്ത് പോക്കും നോക്കാം. അപ്പം ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ 3ഓ 4ഓ അതിലേതോ ഒന്നാണ് ആൻസർ വരിക. നോക്കാം നമുക്ക് ഏതാ ആൻസർ എന്ന്. ഇൻ കസ്റ്റഡി ആണ് മാജിക്കൽ റിയലിസത്തിൽ പെടാത്തത്. നോക്കൂ, ഇൻ കസ്റ്റഡി ആണ് മാജിക്കൽ റിയലിസത്തിൽ പെടാത്തത്. ബാക്കി മൂന്നും മാജിക്കൽ റിയലിസത്തിൽ വരുന്ന ആ ജോൺറയിൽ പെട്ട ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ്. 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ്, മിഡ് നൈറ്റ് ചിൽഡ്രൻ, ദ സർക്കിൾ ഓഫ് റീസൺ. പഠിച്ചു വെച്ചേ. നോക്കാം. ഇൻ കസ്റ്റഡി ഈസ് എ നോവൽ ബൈ അനിത ദേശായി എഴുതിയ നോവലാണ് ഇത് ഇൻ കസ്റ്റഡി. പബ്ലിഷ്ഡ് ഇൻ 1984. ഇയർ നോക്കാം. ഇറ്റ്സ് എ പോഗ്നന്റ് സ്റ്റോറി ദാറ്റ് എക്സ്പ്ലോർസ് തീംസ് ഓഫ് കൾച്ചറൽ ഡിക്കേ, ലാംഗ്വേജ് ഡിസൊല്യൂഷൻമെന്റ് ഇൻ ദ ലൈഫ് ഓഫ് എൻ ഓർഡിനറി മാൻ. മെയിൻ ആയിട്ട് ഇതിൽ പറയുന്നത് കൾച്ചറൽ ഡിക്കേ, അതുപോലെ തന്നെ ലാംഗ്വേജിനെ കുറിച്ച്, അങ്ങനത്തെ ഒരു തീമാണ് ഇതിൽ വരുന്നത്. ഇനി മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? is a literary and artistic style that blends fantasy and reality. മെയിൻ ആയിട്ട് അതിൽ ഫാൻറ്റസിയും റിയാലിറ്റിയും കൂടെ ഉള്ള ഒരു മിക്സപ്പ് ആണ് വരുന്നത്. ഫാൻറ്റസി ആൻഡ് റിയാലിറ്റി തമ്മിലുള്ള ഒരു മിക്സപ്പ്. where magical elements are treated as ordinary and are integrated into realistic set. അങ്ങനെ ഈ മാജിക്കൽ എലമെന്റ്സ് ഒക്കെ കൂടെ കൂട്ടിയിട്ട് നടക്കാൻ പറ്റൂലാത്ത കാര്യങ്ങളാണ്. പക്ഷെ അത് ഇവരെന്ത് ചെയ്യും? ഒരു റിയലിസ്റ്റിക് സെറ്റിങ്ങിൽ എന്ത് ചെയ്യും? ഉൾപ്പെടുത്തും. റിയലിസ്റ്റിക് സെറ്റിങ്ങിലേക്ക് ഈ എലമെന്റ്സ് ഒക്കെ കൊണ്ടുവരും. അപ്പൊ നമുക്ക് ആ നോവൽസ് വായിച്ചാൽ തോന്നും ഇതൊക്കെ ഉള്ള പോലെ തോന്നും. പക്ഷേ എന്താണ്? ഫാന്റസി ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ഉണ്ടാവും, നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ അവർ റിയൽ ആയിട്ട് സെറ്റ് ചെയ്യും.
സത്യം പറഞ്ഞാൽ ഇത് വായിച്ചാൽ ഭയങ്കര അത്ഭുതം തോന്നും, എങ്ങനെയാണ് ഇങ്ങനത്തെ നോവലൊക്കെ എഴുതാൻ പറ്റുന്നത് എന്ന് തോന്നും. അപ്പൊ നമ്മൾ 100 Years of Solitude ഡിഗ്രിക്ക് പഠിച്ചാണ്. ഈസ് എ നോവൽ ബൈ ആരാണ്? കൊളംബിയൻ ഓതർ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്. അപ്പം ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ് എന്ന് പറഞ്ഞാൽ ഈ മാജിക്കൽ റിയലിസം മെയിനായിട്ട് എഴുതുന്ന ഒരു റൈറ്ററാണ്. അപ്പോൾ ഈ വർക്ക് പബ്ലിഷ്ഡ് ഇൻ 1967 ഈ വർക്ക് പബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ ഇസ് എ സെലിബ്രേറ്റഡ് നോവൽ ബൈ സൽമാൻ റഷ്ദി. സൽമാൻ റഷ്ദിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് നോവലാണ് ഏത്? മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ. നമ്മൾ പഠിച്ചാണ്, ഡിഗ്രിക്ക് പഠിച്ചാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. യെസ്, പഠിച്ചിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ പബ്ലിഷ് ചെയ്തത് 1981. ഇനി നെക്സ്റ്റ് ദ സർക്കിൾ ഓഫ് റീസൺ ഇസ് എ ഡെബ്യൂ നോവൽ ഓഫ് അമിതാവ് ഘോഷ്. അമിതാവ് ഘോഷിന്റെ ഫസ്റ്റ് നോവലാണ് ഏത്? ദ സർക്കിൾ ഓഫ് റീസൺ. എപ്പാണ് അത് പബ്ലിഷ് ചെയ്തത്? 1986 പബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ തിയറി ഓഫ് ട്രാൻസ്ലേഷൻ വാസ് ഫസ്റ്റ് ഫോർമുലേറ്റഡ് ബൈ. ആരാണ് തിയറി ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്, അത് ഫസ്റ്റ് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്തത് ആരാണ്? ഓക്കെ, ആൻസർ വരുന്നത് എറ്റിയനെ ഡോലറ്റ് ആണ്. എറ്റിയനെ ഡോലറ്റ് ആണ് ആ തിയറി ഓഫ് ട്രാൻസ്ലേഷൻ ഫസ്റ്റ് ഫോം ചെയ്തത്. നോക്കാം, ഇൻ 16th century എറ്റിയനെ ഡോലറ്റ് ഫസ്റ്റ് ഫോർമുലേറ്റഡ് തിയറി ഓഫ് ട്രാൻസ്ലേഷൻ. 16th centuryയിലാണ് പണ്ട്. അപ്പം പണ്ട് ഉള്ള ഓതറാണ് ആര്? എറ്റിയനെ. പക്ഷെ പേര് കേട്ടാൽ നമുക്ക് തോന്നും ഇതിപ്പം കറന്റ്ലി ഉള്ള ഒരു റൈറ്ററാന്ന് തോന്നും. പക്ഷെ എറ്റിയനെ ഡോലറ്റ് 16th centuryയിൽ വന്ന ഒരു ഓതറാണ്. നോക്കാം ആരാണ്. നോക്കൂ, ബർത്ത് ഇയർ നോക്കൂ, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. 1509 to 1546. ഫ്രഞ്ച് റൈറ്ററാണ്, പ്രിന്ററാണ് ആൻഡ് തിങ്കർ ഡ്യൂറിങ് ദ റിനസൻസ് ഹു ബിലീവ്ഡ് ഇൻ ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ. ഞാൻ ജസ്റ്റ് കൊടുത്താണ് കേട്ടോ അത്. ഇനി എറ്റിയനെ ഡോലറ്റ് ഡിസ്കസസ് ഹിസ് ട്രാൻസ്ലേഷൻ തിയറി. ഏത് ബുക്കിലാണ് ഈ ട്രാൻസ്ലേഷൻ തിയറി പറഞ്ഞത്? നോക്കാം, ലാ മാനിയറെ ഡി ബിയൻ ട്രാഡ്യൂർ ഡൂണെ ലാങ് എൻ ഊണെ ഓത്ര. 1540. ഇത് വല്ലാത്ത പ്രൊനൗൺസിയേഷൻ ആണ്. ഇതിങ്ങനാണോ പ്രൊനൗൺസ് ചെയ്യാന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ എന്താണ്, അതൊന്ന് ജസ്റ്റ് മൈൻഡിൽ വെക്കാം. അടുത്തത്, ഹു ട്രാൻസ്ലേറ്റഡ് ബിഷം സഹ്നീസ് തമാസ് ഫ്രം ഹിന്ദി. ബിഷാം സഹ്നീന്റെ തമാസ് എന്ന് പറഞ്ഞൊരു നോവലുണ്ട്, അത് ഹിന്ദിയിലായിരുന്നു. അതാരാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്? ഇതിലാരാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്? നോക്കാം. ആൻസർ വരുന്നത് ഡെയ്സി റോക്ക്വെൽ ആണ്. ആരാണ്? ഡെയ്സി റോക്ക്വെൽ. ബിഷാം സാഹ്നീസ് നോവൽ തമാസ് വാസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ഹിന്ദി ടു ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് ബൈ ഡെയ്സി റോക്ക്വെൽ. ബിഷാം സാഹ്നി 1915 to 2003. ബർത്ത് ഇയർ നോക്കിക്കോളൂ. വാസ് എൻ acclaimed Indian writer, playwright and actor known for his contribution to Hindi literature. മെയിൻ ആയിട്ട് ഇദ്ദേഹം ഹിന്ദി ലിറ്ററേച്ചറിലേക്കാണ് വർക്ക്സ് ഒക്കെ എഴുതിയത്, ഹിന്ദിയിലാണ് വർക്ക്സ് എഴുതിയത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ല, കാരണം ആള് ഹിന്ദി ലിറ്ററേച്ചർ ആയതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇത് മെയിനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇംഗ്ലീഷിലേക്ക് ആരാന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചത്. എന്നാലും നോക്കി വെക്കാം, വർക്ക്സ് ഒക്കെ നോക്കാം. ആളുടെ വർക്ക്സ് നോക്കൂ. ബാഗി ദാസ്താൻ 1953, ചരോക്കി 1967, തമാസ് 1974, ഇനി പാലി 1989, മാധവി 1982, ബസന്തി 1980, കട കാക്ക 1986, ദെൻ ഹനൂഷ് 1992, മുജെ ചാന്ദ് ചാഹിയെ 1993, ടുഡേയ്സ് പാസ്റ്റ് 2002. അത് ഓട്ടോബയോഗ്രഫിയാണ്. അത്ര ഉള്ളൂ ഇതില്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഇന്റർലിംഗ്വൽ ട്രാൻസ്ലേഷൻ. ഇന്റർലിംഗ്വൽ ട്രാൻസ്ലേഷന് ഏതാണ് ഇതിൽ എക്സാമ്പിൾ വരുന്നത്? നോക്കാം. ഇന്റർലിംഗ്വൽ, അപ്പോൾ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ ആണ് ഇവിടെ വരുന്നത്, നമുക്ക് ഉറപ്പിക്കാം. ആ നെയിം തന്നെ ഉണ്ട്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. അങ്ങനെ ഒന്നും വന്നാല് ഓപ്ഷൻസ് തന്നത് നോക്കൂ. എ ഫിലിം വേർഷൻ ഓഫ് എ ബുക്ക്, ഒരിക്കലും അല്ല. ഇന്റർലിംഗ്വൽ ട്രാൻസ്ലേഷൻ എന്നാ പറയുന്നത്. റിവോർഡിങ് ഓഫ് എ ഫ്രേസ് ഇൻ ദ സെയിം ലാംഗ്വേജ് ആണോ? ട്രാൻസ്ലേഷൻ ഓഫ് എ ടെക്സ്റ്റ് ഫ്രം ഹിന്ദി ടു ഇംഗ്ലീഷ്, നൺ ഓഫ് ദ അബോവ്.
അപ്പം ഇന്റർലിംഗ്വൽ ട്രാൻസ്ലേഷൻ നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ 3 ആണ്. ട്രാൻസ്ലേഷൻ ഓഫ് എ ടെക്സ്റ്റ് ഫ്രം ഹിന്ദി ടു ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടു ഹിന്ദി, അങ്ങനെ 2 ലാംഗ്വേജ് തമ്മിൽ ഇങ്ങനെ ഇന്റർലിംഗ്വൽ കണ്ടോ ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ഹിന്ദിയിലേക്ക് ആവാം അല്ലെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷിലോട്ടൊക്കെ ആവാം, അങ്ങനെ 2 ലാംഗ്വേജ്, ഏതെങ്കിലും ഒരു ലാംഗ്വേജ് കേട്ടോ, ഏതെങ്കിലും 2 ലാംഗ്വേജ് നോക്കാം. Interlingual translation refers to the process of translating a text or speech from one language to another. ഏതോ ലാംഗ്വേജ് ആവട്ടെ കുഴപ്പമില്ല, അത് മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, ഒന്നെങ്കിൽ ഒരു ടെക്സ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ സ്പീച്ച് ആയിരിക്കാം, അതിനാണ് നമ്മൾ ഇന്റർലിംഗ്വൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ, ദ എസ്സേ The Principles of Correspondence is written by, ഈ എസ്സേ ആരാണ് എഴുതിയത് നോക്കാം. യുജീൻ നിഡ ആണ് ഈ എസ്സേ എഴുതിയത്. ഓക്കെ, യൂജീൻ നിഡ വാസ് എ പ്രോമിനന്റ് ലിംഗ്വിസ്റ്റ് ആൻഡ് ട്രാൻസ്ലേഷൻ തിയറിസ്റ്റ്. മെയിനായിട്ട് ആള് ലിംഗ്വിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ തിയറിസ്റ്റ് ആണ്. ബെസ്റ്റ് നോൺ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ് ഓഫ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്. മെയിനായിട്ട് ആള് കോൺട്രിബ്യൂട്ട് ചെയ്തത് ട്രാൻസ്ലേഷൻ സ്റ്റഡീസിലേക്കാണ്. അപ്പോൾ ഒരു ലിംഗ്വിസ്റ്റ് ആണ് യുജീൻ നിഡ, അതായത് ലാംഗ്വേജ് ആയിട്ട് അതായത് ലാംഗ്വേജ് ആണ് ആളുടെ മെയിൻ. ഓക്കെ, നോക്കാം വർക്ക്സ് ഏതൊക്കെയാണ്. ടുവാർഡ് എ സയൻസ് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് 1964, ലാംഗ്വേജ് സ്ട്രക്ചർ ആൻഡ് ട്രാൻസ്ലേഷൻ 1964. ലിംഗ്വിസ്റ്റ് അതിനെ കൊണ്ട് തന്നെ മെയിൻ ആയിട്ട് ട്രാൻസ്ലേഷൻ എന്നൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ആള് യുജീൻ നിഡന്റെ വർക്ക്സ് ആവും. നമുക്ക് ഓപ്ഷൻസിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ട്രാൻസ്ലേഷൻ co-authored with Charles Taylor 1989, Comparative Semantics 1975, The Linguist and Literary Aspects of Translation 1976, then The Culture Boundness of Translation 1980. ഇത്രയും വർക്ക്സ് ഒന്ന് നോക്കി വെക്കാം. അതുപോലെ തന്നെ ഡേറ്റ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ട്രാൻസ്ലേഷൻ. ഒരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റോള് തരുന്നത് എന്താണ്? ഓപ്ഷൻസ് നോക്കൂ. കൺട്രി ആണോ, കൾച്ചർ ആണോ, ട്രഡീഷൻ ആണോ, പീപ്പിൾ ആണോ? അപ്പോൾ ഒരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം അതിനെ മെയിൻ ആയിട്ട് ബാധിക്കുന്ന ഒരു ഫാക്ടർ ഇതിലേതാണ്, ഏത് ഓപ്ഷനാണ് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഒരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏത് ഏരിയയിലാണ്? നോക്കൂ, ഏത് ഏരിയയിലാണ്? ആൻസർ വരുന്നത് കൾച്ചർ ആണ് ആൻസർ. കൾച്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ട്രാൻസ്ലേഷൻ ബിക്കോസ് ഇറ്റ് എഫക്ട്സ് ദ മീനിങ്സ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഓഫ് ദ ടെക്സ്റ്റ്. എന്തുകൊണ്ടാണ് കൾച്ചറാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ്? ഇറ്റ് എഫക്ട്സ് ദ മീനിങ്. കൾച്ചറാണ് ആ മീനിങ്, ടെക്സ്റ്റിന്റെ മീനിങ്ങിനെ മെയിനായിട്ട് എഫക്ട് ചെയ്യുന്നത് അവിടെയുള്ള കൾച്ചറാണ്. Understanding cultural differences helps ensure that translation is accurate and makes sense of the readers in the target language. മെയിനായിട്ട് നമ്മൾ ഒരു ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം അവരുടെ കൾച്ചറിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് താഴെ. ദ ഇംഗ്ലീഷ് ഫ്രേസ് കിക്ക് ദ ബക്കറ്റ് മീൻസ് ടു ഡൈ. ഇംഗ്ലീഷ് ഫ്രേസ് ആയിട്ടുള്ള കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ടു ഡൈ എന്നുള്ള ഒരു മീനിങ് ആണ്. ഇഫ് ട്രാൻസ്ലേറ്റഡ് ലിറ്ററലി ഇൻ ടു അനദർ ലാംഗ്വേജ് ഇറ്റ് കുഡ് കൺഫ്യൂസ് ദ റീഡർ. അപ്പം ഇത് ഈ ഒരു ഫ്രേസ് വേറൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ആ റീഡേഴ്സിനെ കൺഫ്യൂസ് ചെയ്യും. ഓക്കെ, കിക്ക് ദ ബക്കറ്റ് എന്ന് നേരെ കൊണ്ടുവച്ചിട്ട് വേറെ ലാംഗ്വേജിലേക്കൊക്കെ അപ്പൊ നമ്മുടെ മലയാളത്തിൽ തന്നെ എക്സാമ്പിൾ എടുക്കാം. മലയാളത്തിലേക്ക് തന്നെ കിക്ക് ദ ബക്കറ്റ് മാറ്റി വെക്ക്. ബക്കറ്റിനെ കിക്ക് ചെയ്യാന്നോ, എന്താണ് മീനിങ് വരിക അല്ലേ? അപ്പോൾ ഇംഗ്ലീഷിൽ അതിന്റെ മീനിങ് വന്ന് നോക്ക്, അതിന്റെ മീനിങ് ടു ഡൈ എന്നാണ്. അപ്പം വേറെ ലാംഗ്വേജ് ആയാലും അത് മാറി കണ്ടില്ലേ? ആ കൾച്ചറൽ ഡിഫറൻസ് ആണ് അവിടെ പറയുന്നത്. നോക്കൂ, in Spanish, a better way to express the same idea is dar el último suspiro, which means to take the last breath. അപ്പം സ്പാനിഷിൽ ഇതിന് മെയിൻ ആയിട്ട് പറയുന്ന വേർഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എന്താണ് മീൻ ചെയ്യുന്നത്? ടു ടേക്ക് ദ ലാസ്റ്റ് ബ്രെത്ത് എന്നാണ് മീനിങ്. ദിസ് ഷോസ് ദാറ്റ് കൾച്ചറൽ എക്സ്പ്രഷൻസ് ഡോണ്ട് ഓൾവേസ് ട്രാൻസ്ലേറ്റ് ഡയറക്ട്ലി. അണ്ടർസ്റ്റാൻഡിങ് ദ കൾച്ചർ ഹെൽപ്സ്
ട്രാൻസ്ലേറ്റേഴ്സ് കൺവേ ദ ഇന്റൻഡഡ് മീനിങ് അക്യുറേറ്റ്ലി. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ കൊടുത്തതാണ്. ഇപ്പോൾ ഈ കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞ ഫ്രേസ് തന്നെ നമ്മൾ സ്പാനിഷിലേക്ക് ഇപ്പോൾ ഞാൻ മാറ്റിത്തരും. അതിന്റെ മീനിങ് എന്ത് വന്ന്? ടു ടേക്ക് ദ ലാസ്റ്റ് ബ്രെത്ത് എന്നായി. ടു ഡൈ സെയിം എന്നാണ്, പക്ഷെ അത് കൺവേ ചെയ്ത് നോക്ക്. ടു ഡൈ എന്നുള്ളത് ടു ടേക്ക് ദ ലാസ്റ്റ് ബ്രെത്ത് എന്നായിട്ട് മാറിയോ? അപ്പൊ അവിടെ ഒരു ഡിഫറൻസ് വന്നില്ലേ? അത് ഇവിടെ പറയുന്നത് കൾച്ചറൽ ഡിഫറൻസ് ആണ് ഒരു ടെക്സ്റ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ബാധിക്കുന്നത്. അതായത് ഡിഫറെന്റ് കൾച്ചേഴ്സ് ആയിരിക്കും, അപ്പോൾ ഡിഫറെന്റ് മീനിങ്സ് ആയിരിക്കും ഓരോ വേർഡിനുള്ളത്. അപ്പം നമ്മൾ മെയിൻ ആയിട്ട് ഒരു ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉള്ള ഒരു കൾച്ചർ അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ്. ഓക്കെ, ഈ എക്സാമ്പിളൊക്കെ കൊടുത്ത് കണ്ടിട്ട് പേടിക്കണ്ട. ഇതൊന്നും എന്താ പറയാ എക്സാമിന് ചോദിക്കൂല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഫെർദർ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഹൂ എമംഗ്സ് the following has been awarded with Nobel Prize for Literature in 2022. 2022 ആർക്കാണ് ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് കിട്ടിയത്? ആർക്കാണ് നോക്കാം നമുക്ക്. ആനി എർനോക്സിനാണ് 2022 നൊബേൽ പ്രൈസ് കിട്ടിയത്. ഫ്രഞ്ച് ഓതറാണ് ആള്. അതുപോലെ തന്നെ ഞാൻ ചെറിയൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 2014 to 2024 വരെ ആർക്കാണ് നൊബേൽ പ്രൈസ് കിട്ടിയതെന്നുള്ളത് നോക്ക്. 2024 റീസെന്റ് ആയിട്ട് കിട്ടിയത് ആർക്കാണ്? ഹാൻ കാങ്ങിനാണ്. ഹാൻ കാങ്, അതൊന്ന് ആലോചിച്ച് വെക്കാം. ഇനി വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് 2024 ആണ്. പക്ഷെ എന്നാലും നിങ്ങൾ ആ നൊബേൽ പ്രൈസിന്റെ ലിസ്റ്റ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും ഇതൊന്നും പഠിക്കാൻ പറ്റില്ല. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓതേഴ്സ് ഒക്കെ വരും. ഇപ്പൊ ബോബ് ഡിലൻ 2016, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്ററാണ്. അതുപോലെ തന്നെ ഇതിൽ വേറെ ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട്? കസുവോ ഇഷ്കുരോ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിന്നെ ഓതറാണ്. അതുപോലെ നമ്മൾ വലിയ ലിസ്റ്റ് എടുക്കുക, നൊബേൽ പ്രൈസിന്റെ ആ ലിസ്റ്റ് എടുക്കുക. ഫുൾ ഇത് കംപ്ലീറ്റ് ഇല്ല കേട്ടോ. കംപ്ലീറ്റ് ലിസ്റ്റ് എടുത്തിട്ട് നമുക്ക് കേട്ട് പരിചയമുള്ള ഓതേഴ്സിന് കിട്ടിയ ആ ഡേറ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. അതായത് നമ്മൾ ഇപ്പൊ ഡിഗ്രിക്ക് പഠിച്ച ഓതേഴ്സ് അവിടുന്ന് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഓതേഴ്സിന്റെ ഒരു ഡേറ്റ് എടുക്കുക നൊബേൽ പ്രൈസിന്റെ, എന്നിട്ട് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ 2024 ആർക്കാ കിട്ടിയെന്നൊന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് വുമൺ ടു റിസീവ് ദ ജ്ഞാനപീഠ് അവാർഡ്. ജ്ഞാനപീഠ അവാർഡ് എന്ന് കേട്ടില്ലേ? അതാർക്കാണ് ഫസ്റ്റ് കിട്ടിയത്? ഫസ്റ്റ് വുമൺ ആണേ. The first woman to receive Jnanpith Award was Asha Purna Devi. ആരാണ്? അപ്പൊ ആൻസർ എന്താണ്? ആശ പൂർണ ദേവിക്കാണ് ഫസ്റ്റ് എന്ത് കിട്ടുന്നത്? ജ്ഞാനപീഠ് അവാർഡ് കിട്ടുന്നത്. She was honored with this prestigious award in 1976 for her novel Prothom Prodishruti. ആ നോവലിനാണ് ആൾക്ക് ഈ അവാർഡ് കിട്ടിയത്. 1976 കേട്ടോ, 1976 മെയിനായിട്ട് ആശപൂർണ ദേവി കോൺട്രിബ്യൂട്ട് ചെയ്തത് ബംഗാളി ലിറ്ററേച്ചറിലാണ്. ബംഗാളി ലിറ്ററേച്ചറിൽ അത്ര ഉള്ളൂ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സാഹിത്യ അക്കാദമി അവാർഡ്സ് ആർ ഗിവൺ ഫോർ ദ ബെസ്റ്റ് റൈറ്റിംഗ്സ് ഇൻ ഹൗ മെനി ഇന്ത്യൻ ലാംഗ്വേജസ്? ഈ സാഹിത്യ അക്കാദമി അവാർഡ് ഉണ്ടല്ലോ, എത്ര ഇന്ത്യൻ ലാംഗ്വേജസിനാണ് കൊടുക്കുന്നത്? അതായത് ഡിഫറെന്റ് എത്രയോ ലാംഗ്വേജസ് ഉണ്ട് നമ്മുടെ കൺട്രി. എത്രയോ മീൻസ് ഒരു 22-24 അത്രയും ലാംഗ്വേജസ് നമ്മളെ കൺട്രിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം അതിൽ എത്ര ലാംഗ്വേജസിനാണ് ഈ അവാർഡ് കൊടുക്കുന്നത്? എത്ര ലാംഗ്വേജസിൽ എഴുതിയ ടെക്സ്റ്റിനാണ്, വർക്കിനാണ് ഈ അവാർഡ് കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാല് നോക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ആൻസർ എഴുതിയിട്ട് ഇങ്ങനെ കൊടുക്കാത്തത് നോക്കാം. നമുക്കിത് വായിച്ചു നോക്കാം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. സാഹിത്യ അക്കാദമി, India's premier literary institution, recognizes 24 Indian languages including English. Okay, in addition to 22 languages recognized under the 8th schedule of the Constitution, Sahitya Academy recognizes Rajasthani and English. ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ 8th സ്കെഡ്യൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് 22 ലാംഗ്വേജ് ആണ് റെക്കഗ്നൈസ് ചെയ്തത്. പക്ഷെ ഇപ്പൊ ആഡ് ചെയ്ത് രാജസ്ഥാനിയും ഇംഗ്ലീഷും കൂടെ അതിൽ ആഡ് ചെയ്ത് ഇപ്പം 24 ആയി. അപ്പൊ ഓപ്ഷനിൽ 22 ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 22 റൈറ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കുക. ഇനി
നേരെ മറിച്ച് ഇപ്പോൾ 24 ആണെങ്കിൽ തന്നിട്ടുള്ളത് 24 കൊടുക്കുക. ഇനി മെയിനായിട്ട് 24 തന്നെ ആയിരിക്കും വരിക. ഈ അടുത്താണ് ഇംഗ്ലീഷും രാജസ്ഥാനും കൂടെ ആഡ് ചെയ്തത്. അപ്പം മെയിനായിട്ട് എത്ര ലാംഗ്വേജസിലാണ് അവർ കൊടുക്കുന്നത്? 24 ലാംഗ്വേജസിലാണ് കറന്റ്ലി സാഹിത്യ അക്കാദമി കൊടുത്തത്. ഓക്കെ, അത്ര ഉള്ളൂ ഇതില്. ഓക്കെ, അപ്പം ഇന്നത്തെ സെഷന് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സസ് ഒക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും റിവ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കറക്റ്റ് വേ പറഞ്ഞുതരും. നിങ്ങൾ അതിലൂടെ സഞ്ചരിക്കുക. നമ്മൾ കറക്റ്റ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ അത് സോൾവ് ചെയ്യണം, എങ്ങനെ ഒരു ആൻസർ ചൂസ് ചെയ്യണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ചെയ്തു നോക്കും. ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസിൽ നടത്തിയ PYQs, എല്ലാ PYQs ഓക്കെ നമ്മളിവിടെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ തരുന്നുണ്ട്. അപ്പോൾ ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ തരും. അത് പഠിക്കുക. ഓക്കെ, നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ലോണം പഠിക്കുക. ഓക്കെ, അപ്പം വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.